സ്തോത്രം. മഹാനും ഭയങ്കരനുമായ നമ്മുടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ദൈവം ഒരുക്കിയ ഈ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ സ്നേഹത്തോടുകൂടെ അറിയിക്കട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് ലവോദിക്കിയ സഭയെക്കുറിച്ചുള്ള പഠനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് എത്താം എന്നാണ് കർത്താവിൽ ആശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അവസാന ഭാഗത്തോ അല്ലെങ്കിൽ കർത്താവിന് വെച്ച നാളെ മുതലോ 4-ഉം 5-ഉം അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ഭാഗങ്ങളുടെ അവസാന ഭാഗമാകയാൽ നമുക്ക് ലവോദിക്കിയെക്കുറിച്ചുള്ള ഈ വേദഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 14 മുതൽ 18 വരെ ഒരാളും 19 മുതൽ 22 വരെ മറ്റൊരാളും, അങ്ങനെ 2 പേർ ഈ ഭാഗങ്ങൾ വായിക്കാമല്ലോ. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ബാക്കി ഭാഗം മറ്റൊരാൾ വായിച്ചാട്ടെ. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് വെളിപ്പാട് പുസ്തകം 2-ഉം 3-ഉം അധ്യായങ്ങളിൽ ആസ്യയിലെ 7 സഭകളോട് യേശുക്രിസ്തുവിൻ്റെ ആലോചനകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അല്പം ദീർഘമായിട്ടാണ് നമ്മൾ ആ ഭാഗങ്ങൾ വിചിന്തനം ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ നാമുമായി ഏറെ പ്രാധാന്യമുള്ള വേദഭാഗങ്ങൾ 1, 2, 3 അധ്യായങ്ങളാണ്. നമ്മുടെ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട്, സഭാജീവിതവുമായി ബന്ധപ്പെട്ട്
ഏറെ പ്രാധാന്യമർഹിക്കുന്ന വേദഭാഗങ്ങളാണ് 1, 2, 3 അധ്യായങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേത്. പിന്നീട് പ്രാധാന്യമർഹിക്കുന്നത് 4ഉം 5ഉം അധ്യായങ്ങളും 19 അല്ലെങ്കിൽ 19 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളുമാണ്. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളെക്കാൾ നമ്മുടെ സഭാജീവിതത്തിന് ഏറെ പ്രാധാന്യം ഉള്ളത് ഞാൻ ഈ പറഞ്ഞ അധ്യായങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഏറെ പ്രാധാന്യം ഈ ആദ്യത്തെ 3 അധ്യായങ്ങൾക്ക് മനഃപൂർവമായി തന്നെ നൽകി. പ്രത്യേകിച്ച് 7 സഭകൾക്കുള്ള സന്ദേശങ്ങൾ നമ്മുടെ സഭാജീവിതത്തിൽ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു. ഇപ്പോൾ നാം അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തു ലവോദിക്യ സഭയ്ക്ക് കൊടുക്കുന്ന താക്കീതും, ഭീഷണത്തിന്റെ സ്വരത്തിൽ തന്നെ കർത്താവ് കൊടുക്കുന്ന താക്കീതും, കൂടാതെ പ്രതിഫലത്തിന്റെ വാഗ്ദത്തവുമാണ്. അപ്പോൾ അതിലിനിയും 2 കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയുവാൻ ശേഷിക്കുന്നു. അതിലൊന്ന്, നമ്മൾ ഇന്നലെ രാത്രി ചിന്തിക്കുകയുണ്ടായി, 4 പ്രധാനപ്പെട്ട ഭീഷണികൾ അഥവാ മുന്നറിയിപ്പുകൾ. അതില് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അവയെല്ലാം. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ദൈവ പൈതൽ ഏറ്റവും അധികം ഭയപ്പെടേണ്ടതായ കാര്യത്തെക്കുറിച്ചായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഭയം എന്തായിരിക്കണം? What should be our utmost fear? Separation from God. Separation from God. ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള ഒരു സാധ്യത, അതാണ് നമ്മെ ഏറ്റവും അധികം അലട്ടേണ്ടതായ ഭയാനകമായ ഒരവസ്ഥ എന്ന് പറയുന്നത്. റൂഫസ് കോഹോസ്മി ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥ, ആ ഭയാനകമായ അവസ്ഥയെക്കുറിച്ചുള്ള ഭീഷണിയുടെ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. ലവോദിക്യ സഭയോട് യേശുക്രിസ്തു പറയുന്നത്. നാം അതിലെ 4 കാര്യങ്ങൾ കണ്ടു, ആവർത്തിക്കുന്നില്ല. സംശയങ്ങളും ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ രാത്രി പങ്കുവച്ചു. ഇനിയും നാം നോക്കുന്നു, എന്താണ് യേശുക്രിസ്തു ലവോദിക്യ സഭയ്ക്ക്
അവർ മാനസാന്തരപ്പെടുന്നു എങ്കിൽ കൊടുക്കും എന്ന് പറയുന്ന വാഗ്ദത്തം. What promise of reward is made over here for church at Laodicea if they overcome? അവർ ജയിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ജയാളികൾക്ക് കർത്താവ് കൊടുക്കും എന്ന് പറയുന്ന വാഗ്ദത്തം അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ വാഗ്ദത്തം എന്താണ്? ദൈവത്തോട് സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ആരോടുകൂടെ? കർത്താവിനോട്. യേശുക്രിസ്തു പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്ത് വരം നൽകും? ഞാനും ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ഇരിക്കുന്നത് പോലെ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. So here is the promise, ultimate and eternal promise. ആത്യന്തികമായും നിത്യതയിലും ലഭിക്കുന്നതായി കർത്താവ് കൊടുത്തിട്ടുള്ള വാഗ്ദത്തമാണ്. കർത്താവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള വാഗ്ദത്തം. The promise to be seated with Christ on his throne. അപ്പൊ എത്ര പേർക്ക് ഇരിക്കാം ആ സിംഹാസനത്തിൽ? അത്രയ്ക്ക് വലുതാണ് ഈ സിംഹാസനം. Those who are eligible. എലിജിബിൾ എന്നുള്ളതല്ല, ഇത്ര വലുതാണെന്നോന്ന് ഈ സിംഹാസനം. ഇവരെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരെയും കൂടി ഇരുത്താൻ Yes, countless people can. അപ്പം സിംഹാസനത്തിന് അത്ര വലിപ്പമുണ്ടോ? Countless people can be accommodated. So is that throne so large or big that it can accommodate countless people? സ്തോത്രം. എന്നോടൊപ്പം ഇരിക്കുമെന്ന് പറയുമ്പോൾ 24 മൂപ്പന്മാർ അങ്ങ് അവിടെ സൈഡുകളിൽ ഇരിക്കുന്ന പോലെ ഇവരെയും സൈഡുകളിൽ ഇരുത്തും. പക്ഷെ 24 മൂപ്പന്മാർ വേറെ സിംഹാസനങ്ങളില്ല, യേശുവിന്റെ സിംഹാസനത്തിലല്ല ഇരിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് കർത്താവിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നു. ഒരു ക്രൂശിലെ മരണം കൊണ്ട് അനേകായിരം രക്ഷപ്പെട്ട പോലെ തന്നെയാണോ അതും ഇതുമായിട്ട് സെയിം അല്ലയോ? ദൈവ സാന്നിധ്യം അനുഭവിക്കും എന്നുള്ള അർത്ഥമല്ലേ സിംഹാസനത്തിൽ കൂടെ ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുക എന്നുള്ള. ദൈവത്തിന്റെ Heaven is my throne എന്നില്ലേ? ഓക്കെ, അപ്പോൾ സ്വർഗത്തിലിരുത്തും എന്ന് ഐശയ്യ 66. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ feedbacks. Okay. അപ്പം
നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ആശയങ്ങളോടും അവയെല്ലാം നമുക്ക് പങ്കുവെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ വെളിപ്പാട് പുസ്തകം ഉപയോഗിക്കുന്ന ഭാഷ ചിഹ്നാത്മക ഭാഷയാണ്. Book of Revelation uses signified language, sign language, and therefore many things in Revelation are used simply as signs or connotations. But here, throne, it may be literal. ഇവിടെ നമ്മൾ കാണുന്ന സിംഹാസനം അത് അക്ഷരീകമാകാം. പക്ഷേ അതിനും ഉണ്ടൊരു കൊണോട്ടേഷൻ, ഒരു സൂചനയുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നത് ഈ പൗരസ്ത്യ രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു കസേര പോലെ ആയിരുന്നില്ല. ഒന്നിലധികം പേർക്ക് ഇരിക്കുവാൻ കഴിയുന്ന സോഫ പോലെ, ഒരു കിടക്കയ്ക്ക് തുല്യമായി വലിപ്പമുള്ളതായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം ദീവാൻ എന്നൊക്കെ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അതുപോലെ ഒരാൾക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന ഇമ്മിണി വലിപ്പമുള്ള ഒരു കസേരയല്ല സിംഹാസനം. പകരം ഒന്നിലധികം പേരെ ഇരുത്താൻ കഴിയുന്ന, ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വലിപ്പമുള്ളതായിരുന്നു. ഒന്നാമത്തെ അർത്ഥം നമുക്കത് മനസ്സിലാക്കണം. Thrones in Eastern countries, the kings of, or the Eastern kings used to have thrones in the ancient times which could accommodate more than one person. It was not a mere chair which only one person can be accommodated in. So in that way, Christ is using the same metaphor here. കർത്താവ് ഇവിടെ ആ അർത്ഥത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഒന്നിൽ അധികം പേർക്ക് ഇരിക്കാം. രണ്ടാമതൊരർത്ഥം, യേശു കർത്താവ് നമുക്ക് ഏറ്റവും ആദ്യം നൽകിയ വാഗ്ദത്തമുണ്ട്. യോഹന്നാൻ 14:3 വാക്യം. ചിലപ്പോൾ അതിനും മുൻപ് കർത്താവ് തന്നൊരു വാഗ്ദത്തമുണ്ട്. 12:26 വാക്യം. ജോൺ 12:26, 12:26 യോഹന്നാൻ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എവിടെ ഇരിക്കും? ഞാൻ ഇരിക്കുന്ന ഇടത്ത്. കർത്താവ് ഇരിക്കുന്ന ഇടത്ത് കർത്താവിനെ സേവിക്കുന്നവൻ, ശുശ്രൂഷ ചെയ്യുന്നവനും ഇരിക്കും എന്ന വാഗ്ദത്തം നമുക്കിവിടെ യോഹന്നാൻ 12:26 കാണാം. അതുപോലെ തന്നെയാണല്ലോ 14:3 14:3. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. അപ്പം ഇവിടെ ഈ രണ്ട് ഭാഗങ്ങളിലും യേശു നമുക്ക് നൽകുന്ന വാഗ്ദത്തം
കർത്താവ് ഇരിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ നാമും ഇരിക്കും എന്നുള്ളതാണ്. ഏതാണ്ട് അതേ വാഗ്ദത്തം തന്നെയാണ് നാം വെളിപ്പാട് 3-ാം അധ്യായത്തിൽ ലവോദിക്യ സഭയോടുള്ള ബന്ധത്തിലും വായിക്കുന്നത്. കുറച്ചും കൂടെ കർത്താവ് അത് പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ യേശു ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്, പിതാവിനോടൊപ്പം എന്നർത്ഥം. പിതാവിനോട് ഒപ്പം, പിതാവിന്റെ അതേ തസ്തികയിൽ, പിതാവിന് തുല്യനായി, പിതാവിന് തുല്യനായി. പിതാവിനുള്ള എല്ലാ അധികാരങ്ങളും അനുഭവിച്ചുകൊണ്ട്, അവകാശങ്ങളും അനുഭവിച്ചുകൊണ്ട്, ഇതുപോലെ ക്രിസ്തുവിനോട് കൂടെ നാം ആയിരിക്കുക, അല്ലെങ്കിൽ ജയാളികളായ ക്രിസ്ത്യാനികളായിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിന് സമന്മാരായി വാഴുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ അർത്ഥം. സ്തോത്രം. നാം ഒരിടത്തും കർത്താവ് മറ്റൊരിടത്തും എന്ന അർത്ഥം അല്ല അവിടെ. കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ വാസം. സ്തോത്രം. അതുകൊണ്ടാണ് നാം ക്രിസ്താനുരൂപ്യം എന്ന ആശയം ആവർത്തിച്ചു പഠിക്കാറുള്ളത്. ക്രൈസ്റ്റ് ലൈക്ക്നെസ്. We will be like him. We will be with him. He will seat us with himself. കർത്താവ് നമ്മളെ തന്നോട് കൂടെ ഇരുത്തും. സ്തോത്രം. കർത്താവ് നമ്മെ താൻ ഇരിക്കുന്നയിടത്തിരുത്തും. നാം കർത്താവിനോട് കൂടെ നമ്മുടെ സമയം ചിലവഴിക്കും. അപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തം, ജയിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തം, കർത്താവിനോട് കൂടെ ഇരിപ്പാനുള്ള വാഗ്ദത്തമാണ്. സ്തോത്രം. ഇതിനേക്കാൾ അധികമായി നമുക്കൊന്നും തരാൻ ഇല്ല. സ്തോത്രം. ഇവിടെ വാഴുന്നതിനെ കുറിച്ച് പറയുന്നില്ല. മറ്റു ചില ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു, they will reign. People who would overcome would reign with him. കർത്താവിനോട് കൂടെ വാഴും എന്ന ഒരാശയം കാണും. എന്നാൽ ആ വാഴ്ച എന്നുള്ളത് പ്രധാനമായും 1000 ആണ്ട് വാഴ്ചയിലാണുള്ളത്. എന്നാൽ കർത്താവിനോട് കൂടെ വസിക്കുക എന്നത് നിത്യതയുടെ സ്വഭാവവുമാണ്. മനസ്സിലായോ? Reigning with Christ is more intended in the millennium, whereas being with Christ along with him is more of eternity. കർത്താവിനോട് കൂടെ വാഴുക എന്നത് യേശുവിൻ്റെ ഈ ലോകത്തിലെ 1000 ആണ്ട് വാഴ്ചയുമായി ബന്ധപ്പെട്ടാണുള്ളത്. എന്നാൽ കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്ന ആശയം 1000 ആണ്ട് വാഴ്ചയ്ക്കും ശേഷമുള്ള നിത്യതയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? സ്തോത്രം. അതുകൊണ്ട് വീണ്ടും പറയുന്നു, നമ്മുടെ ആത്യന്തികമായ വീക്ഷണം, ലക്ഷ്യം
1000 ആണ്ട് വാഴ്ച അല്ല. 1000 ആണ്ട് യേശുവിന്റെ വാഴ്ചയിൽ നമ്മൾ കൂടെ കാണും. അതിൽ നാമും പങ്കാളികളാകും. എന്നാൽ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കേവലം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടിയല്ല. പകരം ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിന് സമന്മാരായി തേജസ്സിൽ വസിക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം. പക്ഷേ നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ പലപ്പോഴും കർത്താവിനോട് കൂടെ വസിക്കുക എന്നതിനേക്കാൾ കർത്താവിനോട് കൂടെ വാഴുക എന്നതിന് പ്രാധാന്യം കൊടുത്തു പോകുന്നു. ആശയം മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഇപ്പോൾ ഈ സെമസ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വിഷയം തന്നെ, വെളിപ്പാടും ദാനിയേലും. ഇത് എൻ്റെ ലാസ്റ്റ് ക്ലാസ് ഈ സെമസ്റ്ററിലെ. നാളെ കൊണ്ട് തീരുക. അടുത്ത മാസം ആദ്യം പരീക്ഷ. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരുശലേമും കാലമില്ലാത്ത കാലവും ഒക്കെ ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞു. അതിൽ എല്ലാം പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പം ഒരാൾക്കൊരു സംശയം. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും എവിടെ? ഈ ഭൂമിയിൽ ഇവിടെ തന്നെ ആയിരിക്കുമോ? പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ തന്നെ ആയിരിക്കുമോ എന്ന് നിങ്ങൾ എന്താ പറയുന്നു? കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഉള്ളതെല്ലാം അഗ്നിയിൽ നശിപ്പിച്ചിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും. സിസ്റ്റർ എന്തോ പറഞ്ഞായിരുന്നല്ലോ. അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത്. ഓക്കെ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അടുത്തതും കൂടെ. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. 1ഉം 2ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ഇപ്പോഴുള്ള ആകാശവും ഇപ്പോഴുള്ള ഭൂമിയും ഇനിയില്ല. ഇപ്പോൾ ഉള്ള കരയേക്കാൾ ഏതാണ്ട് 2 ഇരട്ടി അല്ലെ വലിപ്പമുള്ള സമുദ്രവും ഇനി ഇല്ല. 23-ാമത്തെ വാക്യം 23. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും ഇല്ല. അപ്പോൾ ഇപ്പോഴുള്ള
ഈ യൂണിവേഴ്സിൽ കാണുന്ന ഈ ഭൂമി, ഇപ്പോഴത്തെ ആകാശം, സമുദ്രം, സൂര്യ ചന്ദ്രന്മാർ എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിലെ ഒട്ടേറെ ഗ്രഹങ്ങൾ അന്നുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം മാറും, സകലവും പുതിയതാകുന്നു. സകലവും പുതിയതാകുന്നു. അപ്പോൾ പിന്നെ ഇപ്പോഴുള്ളതിൻ്റെ സ്ഥാനത്ത് ആകണമെന്ന് നിർബന്ധമില്ല. ഇവയെല്ലാം ഇപ്പോഴുള്ള പലതും യൂണിവേഴ്സിലെ, ഇപ്പോഴത്തെ പ്രപഞ്ചത്തിലെ പല ഗ്രഹങ്ങളും പല വ്യവസ്ഥകളും അന്നുണ്ടാവില്ല. നമുക്ക് പക്ഷേ നമ്മുടെ ഈ കൊച്ചു മനസ്സിനകത്ത് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഒരു ചെറിയ പ്രയാസം തോന്നും. ഇത് മാറ്റിയിട്ട് ഇവിടെ തന്നെ എന്നൊരു നിലയിൽ. ഇപ്പോഴുള്ളത് ഇനി ഇല്ലെന്നാണ് നാം ഈ വാക്യങ്ങളിൽ കണ്ടത്. ഇപ്പോഴത്തെ ആകാശം അതുപോലെ 2 പത്രോസ് അവസാന 13-ാം 3:10 മുതലും ഇത് തന്നെയാണ് പറയുന്നത്. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും. നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് നാം കാത്തിരിക്കുന്നു. ഇപ്പോഴുള്ളതെല്ലാം തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ 2 പത്രോസിൽ നമ്മൾ കാണുന്നത് ഇപ്പോഴുള്ളതെല്ലാം തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മുഴു ലോകവും ആ നിലയിൽ തീയാൽ റിനോവേറ്റ് ചെയ്യപ്പെടും, ശുദ്ധീകരിക്കപ്പെടും. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇത്രേ ഉള്ളൂ. ഇവിടെയോ മറ്റെവിടെയോ ആയിക്കൊള്ളട്ടെ, പക്ഷേ നമുക്ക് നമ്മളിപ്പോൾ പാർക്കുന്ന ജഡത്തിൽ, ശരീരത്തിൽ, ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങി മാത്രമേ പലതും ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ എന്നുള്ളത്. എന്നാൽ ഇതിനും അതീതമായി നാം മനസ്സിലാക്കേണ്ട വസ്തുത, കർത്താവിനോട് കൂടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ശരീരത്തിൽ നമ്മൾ പാർക്കുമ്പോൾ അധികവും ചിന്തിക്കുന്നത് കർത്താവിനോട് കൂടെയുള്ള വാഴ്ചയെക്കുറിച്ചാണ്. പക്ഷേ ബൈബിൾ നമുക്ക് അധികമായി ഊന്നൽ തന്ന് പഠിപ്പിക്കുന്നത് കർത്താവിനോട് കൂടെയുള്ള വാസത്തെക്കുറിച്ചാണ്. അതിനൊരു തെളിവായിട്ട് പറഞ്ഞതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും എന്ന നമ്മുടെ ഒരു ചിന്ത. അതിനപ്പുറത്തേക്കാണ് ബൈബിൾ നമ്മെ കൊണ്ടുപോകുന്നത്, അല്ലെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനതൊന്ന് സ്ഥിരീകരിക്കാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ചിന്ത കർത്താവിനോട് കൂടെ വാഴുന്നതിനെ കുറിച്ചാണോ വസിക്കുന്നതിനെ കുറിച്ചാണോ അധികം? What do we think the more or the most, whether of reigning with Christ or abiding with Christ? Abiding. കർത്താവിനോട് വാഴുന്നു. കൂടുതലും നമ്മൾ കേൾക്കാറുള്ളത് എന്തിനെ കുറിച്ചാ? നാം ഈ ഭൂമിയെ ഭരിക്കും, ലോകത്തെ ഭരിക്കും, വാഴ്ചയെ കുറിച്ചാണ് നമ്മൾ അധികവും കേൾക്കാറുള്ളതും അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കാറ്. പക്ഷേ കർത്താവ് നമുക്ക് തരുന്ന അൾട്ടിമേറ്റ് പ്രോമിസ്, ആത്യന്തിക വാഗ്ദത്തം, കർത്താവിനോട് കൂടെ വാഴും എന്നുള്ളതാണ്. Not ruling or reigning more important, but
being with Christ. Being with Christ. സ്തോത്രം. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകണം. ഇനിയും വാണാൽ പോലും 1000 ആണ്ടത്തേക്ക്. പക്ഷേ വസിക്കുന്നതോ നിത്യകാലം. സ്തോത്രം. 1 തെസ്സലോനിക്കർ 4:17. 1 Thessalonians 4:17. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എപ്പോഴും. പിന്നെ അവിടെ നിന്നും നാം പിരിയുകയില്ല. സ്തോത്രം. അതുതന്നെയാണ് വെളിപ്പാട് 21:3 മുതലുള്ള വാക്യങ്ങളിലും നാം കാണുന്നത്. കർത്താവിനോട് കൂടെ, കർത്താവ് നമ്മോട് കൂടെ. സ്തോത്രം. അതുകൊണ്ട് നിത്യതയെക്കുറിച്ച് പോലും നാം ചിന്തിക്കുമ്പോൾ വാഴ്ചയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും നമുക്ക് ലഭിപ്പാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കുന്നതിൽ ഉത്തമമാണ്. സ്തോത്രം. എന്തേ? കർത്താവിനോട് കൂടെ വാഴുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് നമുക്ക് കർത്താവ് കൂടുതലായിട്ട് തരുന്ന സംഗതി. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. സ്തോത്രം. അതിൻ്റെ ഏറ്റവും സരളമായ അർത്ഥം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കർത്താവിനോട് കൂടെയുള്ള വാസം. സ്തോത്രം. നമ്മൾ പാട്ടുപാടാറുണ്ട്, എന്താനന്ദം എനിക്കെന്താനന്ദം, യേശുവൻ കൂടെയുള്ള വാസം. സ്തോത്രം. കർത്താവിനോട് കൂടെ. കർത്താവ് എവിടെ ആയിരിക്കുന്നുവോ അവിടെ. അങ്ങനെ നാം കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ കർത്താവിനെ പോലെ ആകും. സ്തോത്രം. നമുക്കിനി പ്രത്യേകിച്ച് ഭരിക്കാനായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും വാഴാനായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല. കർത്താവിനോട് കൂടെ വസിക്കുവാൻ നമുക്ക് കഴിയണം. നിത്യ യുഗങ്ങൾ. അവിടെ നിന്നും പിന്നെ നമ്മൾ എങ്ങും പോകുകയില്ല. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ കൂടാരപ്പെരുന്നാൾ അവസാനത്തെ ഫീസ്റ്റ് ആയിരുന്നു. ഫീസ്റ്റ് ഓഫ് ദ ബൂത്ത്സ് ഓർ ഫീസ്റ്റ് ഓഫ് ടെന്റ്സ്. കൂടാരപ്പെരുന്നാൾ. കർത്താവിനോട് കൂടെ കൂടാരമടിച്ച് കഴിയുന്നതിൻ്റെ പ്രതീകമാണ്. സ്തോത്രം. കർത്താവിനോടൊപ്പം വസിക്കുന്നതിൻ്റെ പ്രതീകമാണ്. നമുക്ക് വേറെ എങ്ങും ഇനിയും പോകേണ്ടതില്ല. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിക്കുവാൻ, കർത്താവിനോട് കൂടെ നമുക്കായിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരികയാണ്. ആ പ്രത്യേക അനുഭവമാണ് ഇവിടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ 14-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗങ്ങളിലൊക്കെ കാണുന്നത് പോലെ, സ്തോത്രം,
അതുപോലെ 7-ാം അധ്യായത്തിന്റെയും ഇതിവൃത്തം പോലെ സ്തോത്രം കർത്താവിനോട് കൂടെ നാം ആയിരിക്കുന്ന, കുഞ്ഞാടിനോട് കൂടെ സിയോൻ മലയിൽ ആയിരിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. കുഞ്ഞാടിനെ അനുഗമിക്കുന്ന, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനോട് കൂടെ പോകുന്ന 14:1 മുതൽ 4-5 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. സമയം ലഭിക്കുവാൻ വേണ്ടി അത് വായിക്കുന്നില്ല. അതുപോലെ തന്നെ 15-ാമത്തെ അധ്യായത്തിലും നാം കാണുന്നു, അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽക്കുള്ള ഭാഗങ്ങളിൽ ഏതാണ്ട് അതേ വിഷയങ്ങൾ തന്നെ. സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടുകൾ പാടിക്കൊണ്ട് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും കുഞ്ഞാടിനെ അനുഗമിക്കുന്ന വിശേഷപ്പെട്ട അനുഭവങ്ങളെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. അതെ, ക്രിസ്തുവിനോട് കൂടെ വസിപ്പാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ഒരിക്കൽ ആട്ടിപ്പായിക്കപ്പെട്ട ആദാമ്യ കുലത്തിന് ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചുവരവും കർത്താവിനോട് കൂടെയുള്ള ഒരു പുനർവാസവും യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഇവിടെ ലഭ്യമാവുകയാണ്. We have two major possibilities through Christ. One, a reunion or a reconciliation with God, His presence, a re-access, re-entry into the presence of God, from where our forefathers Adam and Eve were driven out. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ ആദ്യപിതാക്കന്മാരായ ആദിമ മാതാപിതാക്കളായ ആദം ഹവ്വമാരെ പാപം നിമിത്തം ദൈവസന്നിധിയിൽ നിന്നും ദൈവം തള്ളിക്കളഞ്ഞു, ആട്ടിപ്പുറത്താക്കി. ആ ആദാമ്യ കുലത്തിൽപ്പെട്ട നമുക്ക് സൗജന്യമായി ദൈവസന്നിധിയിലേക്കുള്ള ഒരു മടക്കം. സ്തോത്രം. 2, ആദമും ഹവ്വമാർക്ക് പോലും ലഭ്യമാകാതിരുന്ന കർത്താവിനോട് അനുരൂപരായി കർത്താവിൻ്റെ കൂടെ നിത്യകാലം വസിക്കുന്ന ഒരനുഭവം. സ്തോത്രം. Even this blessedness was not offered for Adam and Eve, even in their pre-fall stage. പാപത്തിൽ അവർ വീഴുന്നതിന് മുൻപ് പോലും ആദം ഹവ്വമാർക്ക്, നമ്മുടെ ആദിമ മാതാപിതാക്കൾക്ക് ലഭിക്കാതിരുന്ന ഒരു സാധ്യത. എന്തേ? ബീയിങ് God-like, being with God, being forever with Him. ദൈവത്തോട് അനുരൂപരായി തീരുക, കർത്താവിനോട് കൂടെ വസിക്കുക, ഇനിയും ഒരിക്കലും അന്തമില്ലാ യുഗം മുഴുവനും ദൈവത്തോട് കൂടെയായിരിക്കുക. ഇത് പാപം അല്ലെങ്കിൽ പാപത്തിൽ ആദം ഹവ്വമാർ വീഴുന്നതിന് മുൻപ് പോലും അവർക്ക് സാധ്യത ഇല്ലാതിരുന്ന വസ്തുതയാണ്. അതാണ് നമുക്ക് യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Privileges Adam and Eve did not have even in their pre-fall stage. അവർ കുറ്റം കൂടാതെ ഇരുന്ന സമയത്ത് പോലും ആദം ഹവ്വമാർക്ക് ലഭിക്കാതിരുന്ന ഭാഗ്യപദവി.
3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവത്തെ പോലെ ആവുക. ദൈവാനുരൂപരായി നമ്മൾ തീരുക. 2, കർത്താവിനോട് ഒപ്പം വസിക്കുക. കൂട്ടായ്മ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ നാം വായിക്കുന്നു, എന്നും വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. നമുക്ക് ലഭിപ്പാൻ പോകുന്ന കൂട്ടായ്മ വെയിലാറുമ്പോൾ മാത്രമാണോ? വൈകുന്നേരങ്ങളിൽ മാത്രമാണോ? നോ. നമ്മൾ വായിച്ചു ഇപ്പോൾ തെസലോനിക്ക ലേഖനത്തിൽ നിന്ന്, ഇങ്ങനെ എപ്പോഴും നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. സ്തോത്രം. ആദാം ഹവ്വമാർ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. പിന്നെന്താ ഉപദേശി ഇപ്പൊ പറഞ്ഞത്? നമ്മൾ ദൈവാനുരൂപരായി തീരുമെന്ന്. അതെ, അവർ സൃഷ്ടിക്കപ്പെട്ടത് ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. പക്ഷേ ദൈവത്തിനുള്ള തേജസ് ആദം ഹവ്വമാർക്കുണ്ടായിരുന്നു? ഇല്ലെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇല്ല. നാം 32 അവസാന വാക്യത്തിൽ കാണുന്നു, ആദമും ഹവ്വയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല. എന്നാൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നമുക്കിനിയും ലഭിപ്പാൻ പോകുന്ന ശരീരം നഗ്ന ശരീരമാണോ? അല്ല. നമ്മൾ ഇവിടെ ഉടുപ്പുള്ളവരായിരിക്കുന്നെങ്കിൽ ആ ശരീരത്തിൽ എത്ര അധികം തേജസ്സിന്റെ വസ്ത്രം നാം ധരിക്കും എന്നാണ് സൂചന. ഇബ്രായർ 2:10, ഹീബ്രൂസ് 2:10, ദൈവം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാണ്. ഏത് തേജസ്സിലേക്ക്? ഇന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആയിരിക്കുന്ന അതേ തേജസ്സിലേക്ക്. നമുക്ക് ഏത് തേജസ്സാണ് ലഭിക്കുവാൻ സാധ്യത? 1 പത്രോസ് 5:10, ദൈവത്തിന്റെ നിത്യ തേജസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നമ്മളെ, സ്തോത്രം, യേശുക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം, തന്റെ നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. So what glory we are going to receive? The same glory as that of our God. Adam and Eve did not have that glory, but we will have. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരിക്കൽ പഠിച്ചത്, നമുക്ക് ലഭിപ്പാൻ പോകുന്ന തേജസ് ആദാം ഹവ്വമാർക്ക് പാപം നിമിത്തം നഷ്ടപ്പെട്ട തേജസ് ബാക്കി പറഞ്ഞാട്ടെ. സ്തോത്രം. ആദാം ഹവ്വമാർക്ക് നഷ്ടപ്പെട്ട തേജസ് അല്ല നമുക്ക് യേശുക്രിസ്തുവിലൂടെ തിരികെ ലഭിപ്പാൻ പോകുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതാണ് കർത്താവ് ജയാളികൾക്ക് ഇവിടെ വാഗ്ദത്തം ചെയ്യുന്നത്. പാപനിമിത്തം ആദാം ഹവ്വമാർക്ക് തേജസ് നഷ്ടപ്പെട്ടോ? റോമർ ലേഖനം 3:23, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി
തീർന്നു. ആ വാക്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ പരക്കെ ഈ ഒരു ഉപദേശം പഠിപ്പിക്കപ്പെടുന്നത്. ആദാമും ഹൗവയും പാപം ചെയ്യുന്നതിന് മുൻപ് തേജസ് ഉടുത്തിരുന്നെന്നും ആ തേജസ്സാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ ലഭിപ്പാൻ പോകുന്നതെന്നും. എന്നാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആദാം ഹൗവമാർക്ക് നമ്മൾ ഈ പ്രസംഗിക്കുന്നത് പോലെയുള്ള ഒരു തേജസ്സിന്റെ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഉൽപ്പത്തി 2 അവസാന ഭാഗത്ത് കണ്ടത്. ആദാമും ഹൗവയും നഗ്നരായിരുന്നു. അവരങ്ങനെ പ്രത്യേക തേജസ്സിന്റെ വസ്ത്രമൊന്നും ധരിച്ചിരുന്നില്ല. പക്ഷെ യഥാർത്ഥ അർത്ഥം റോമർ 3:23 ഉള്ളത് തേജോമയനായ ദൈവത്തിന്റെ തേജസ്സുറ്റ സാന്നിധ്യത്തിൽ വസിക്കുന്നതിനുള്ള ഭാഗ്യമോ അവകാശമോ നഷ്ടപ്പെട്ടു എന്ന്. ദൈവ സാന്നിധ്യം എന്ന തേജസ്സാണ് അവിടെ. എന്നാൽ നമ്മുടെ ഇടയിൽ പരക്കെയുള്ള ഉപദേശമാണ് ആദാം ഹൗവമാര് പാപം ചെയ്യുന്നതിന് മുമ്പ് തേജസ് ഉള്ളവരായിരുന്നെന്നും ആ തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് നാണം തോന്നിയതെന്നുമൊക്കെ. അപ്പോൾ ആ ഒരു പാരമ്പര്യ ഉപദേശത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പാരമ്പര്യ ഉപദേശത്തെ ഖണ്ഡിച്ചുകൊണ്ടുമാണ് പറഞ്ഞത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന തേജസ് ആദാം ഹൗവമാർക്ക് പാപം നിമിത്തം ഏദനിൽ നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന തേജസ് അല്ല. പകരം അവർക്കൊരിക്കലും ഇല്ലാതിരുന്ന, അവർക്കൊരിക്കലും പ്രാപിക്കുവാൻ, പാപം ചെയ്യുന്നതിന് മുൻപ് പോലും, വീഴ്ച ഭവിക്കുന്നതിന് മുൻപ് പോലും അവർക്ക് ഇല്ലാതിരുന്ന യേശുക്രിസ്തുവിൽ കൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന ആ ദിവ്യമായ തേജസ്. ആ തേജസ്സാണ് നാം ഇപ്പോൾ 1 പത്രോസ് 5:10 കണ്ടത്. ദൈവത്തിന്റെ അതേ തേജസ്. 2 തെസ്സലോനിക്കർ 2:13-14 വാക്യങ്ങളിൽ കാണുന്നു യേശുക്രിസ്തുവിന്റെ മഹത്വം എന്ന തേജസ്. അതുകൊണ്ട് പാരമ്പര്യമായി നമ്മുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു തേജസ് ആദാം ഹൗവമാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റോമർ 3:23 പറയുന്ന നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തേജസ്സും ആ നിലയിൽ നാം ഇന്ന് പൊതുവെ കേൾക്കുന്ന, പഠിക്കുന്നത് പോലെയുള്ള ഒരു തേജസ് അല്ല. ഇപ്പം ആയി കാണുമല്ലോ. ഇതാണ് കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തം, അല്ലെങ്കിൽ ലവോദിക്യ സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തം. കർത്താവിനോട് കൂടി അതിനെന്ത് വേണം? ഉപദേശങ്ങൾ, ആലോചനകൾ യേശു സഭയ്ക്ക് കൊടുത്തത് അനുസരിച്ച് നഗ്നത മാറ്റി, അന്ധത മാറ്റി, ദരിദ്രാവസ്ഥയിൽ നിന്ന്, അരിഷ്ടാവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് ക്രിസ്തു ഉള്ളവരായി ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിച്ച് മാനസാന്തരപ്പെട്ട് ശീതോഷ്ണമാൻ എന്ന അവസ്ഥ വിട്ടുമാറി ദൈവവിഷയമായി തീഷ്ണതയുള്ളവരായി, ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നവരായി നാം തീരുക. ഇത്രയും വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം.
അവസാനമായിട്ട് കർത്താവ് പറയുന്നു അവസാന വാക്യത്തിൽ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇവിടെ കർത്താവ് കൊടുത്തിട്ടുള്ള ആലോചന, അല്ലെങ്കിൽ ഈ 7 സഭകൾക്കും കൊടുത്തിട്ടുള്ള ആലോചന ആ സഭയ്ക്ക് മാത്രമുള്ളതാണോ? ഇല്ല. ആത്മാവ് സഭകളോട് പറയുന്നത്. അപ്പോൾ ലവോദിക്കയോടായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ സന്ദേശം ലവോദിക്കയ്ക്ക് മാത്രം, ആ പ്രാദേശിക സഭയ്ക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. Every message to each church has a universal impact and influence. That is what we read from here. അതുകൊണ്ട് ഈ 7 സഭകളോടുമുള്ള ആലോചനകൾ നമുക്കും കൂടെ ഉള്ളതായി ഏറ്റെടുത്ത് യേശുക്രിസ്തുവിന് കീഴ്പ്പെട്ടു ക്രിസ്തുവിനെ അനുസരിച്ചു നമുക്ക് മുൻപോട്ട് പോകുവാൻ നമ്മെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.